ഞാൻ നന്നായി ഹാർഡ് വർക്ക് ചെയ്തു, പക്ഷെ അതിന്റെ റിസൾട്ട് ഒന്നും കാണുന്നില്ല. എൻ്റെ അസുഖം വിട്ടുമാറുന്നില്ല. ഡോക്ടറെ പോയി കണ്ടു, ഫിസിക്കലായിട്ടുള്ള എല്ലാ ടെസ്റ്റുകളും നടത്തി. നിങ്ങൾക്ക് അസുഖമൊന്നുമില്ല, എല്ലാം നോർമലാണെന്ന് പറയുന്നു. പക്ഷെ എൻ്റെ അസുഖം വിട്ടുപോകുന്നില്ല. ഇങ്ങനെ അനുഭവമുള്ളവർക്കാണ് ഈ ഒരു വീഡിയോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ റൂം പെയിന്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അഴുക്കും പൊടിയും മാറാലേക്ക് പോയി നമ്മുടെ റൂം നല്ല ക്ലീനായി. നമ്മുടെ പഴയ ഫർണിച്ചറൊക്കെ എടുത്ത് മാറ്റി മിനിമം പുതിയ ഫർണിച്ചർ ഇട്ട്, വിൻഡോസിലെ കേർട്ടൻസ് മുഴുവൻ റിമൂവ് ചെയ്തു. ധാരാളം വിൻഡോസ്, നല്ല ഫ്രഷ് എയർ ആൻഡ് ലൈറ്റ് വിൻഡോസിൽ കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള റൂമിലിരുന്ന് വായിക്കുക അല്ലെങ്കിൽ വർക്ക് ചെയ്യുക എന്ത് സുഖമുള്ള കാര്യമല്ലേ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സ് ഒന്ന് ക്ലീനപ്പ് ചെയ്തു കഴിഞ്ഞാൽ ഈ മനസ്സിലുള്ള എല്ലാ പഴയതും ആവശ്യമില്ലാത്തതുമായ എല്ലാം എടുത്ത് നീക്കിക്കളയാം, മെന്റൽ ബ്ലോക്സ് നീക്കിക്കളയാം. അങ്ങനെയെങ്കിൽ സ്വതന്ത്രമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ക്ലാരിറ്റി ഓഫ് തോട്ട്, അത് നല്ല ഫോക്കസിങ്ങിലേക്ക്, അതുപോലെ മെമ്മറി ഷാർപ്പൺ ചെയ്യുവാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലേക്കും നല്ല റിസൾട്ട് വരാനായിട്ട് അത് ഇടയാക്കും. ഈ ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഒരു അനുഭവമുണ്ട്. എൻ്റെ അടുക്കലെ കഴിഞ്ഞ ഒരു 5 മാസം മുമ്പ് വന്ന ഒരു മാമാണ്. അവരെ ഡോക്ടേഴ്സ് പറഞ്ഞു നിങ്ങൾക്ക് അസുഖമൊന്നുമില്ല. അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലോ BP ആണ്. അവരെ ഒരു മാസത്തിൽ 2 ദിവസമെങ്കിലും ഹോസ്പിറ്റലിലാവും, ട്രീറ്റ്മെന്റ് എടുക്കും. പക്ഷെ അവർക്ക് യാതൊരു അസുഖവുമില്ല. അങ്ങനെ അവരുമായിട്ട് ഷെയർ ചെയ്തപ്പോൾ മനസ്സിലായ ഒരു കാര്യമുണ്ട്. അവരുടെ ഉള്ളിലെ നെയ്ബറിനോടുള്ള കടുത്ത ദേഷ്യം, അസുഖത്തിന്റെ കാരണം ഇതാണെന്ന് മനസ്സിലാക്കി കൊടുത്ത് അതൊന്ന് എംപ്റ്റി ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴും ഉണ്ടല്ലോ, പിന്നീട് അവർക്ക് അങ്ങനെ ഒരു ഇഷ്യൂ പിന്നെ ഉണ്ടായിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പല വിട്ടുമാറാത്ത കൊച്ചു അസുഖങ്ങൾ, എല്ലാ അസുഖങ്ങളും അല്ല പറയുന്നത്, പക്ഷെ പല അസുഖങ്ങളുടെയും മേജർ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ വിട്ടുകൊടുക്കാത്ത അല്ലെങ്കിൽ നീക്കിക്കളയേണ്ടതായ ആ മെന്റൽ ബ്ലോക്സ് ആണ്. നിങ്ങളെ സ്വതന്ത്രമായി ചിന്തിക്കുവാനും നല്ല ലൈറ്റായിട്ട് ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന വ്യക്തികളാക്കി മാറ്റുവാനും ഏഞ്ചലിക് മൈൻഡ് നിങ്ങളോട്